ഹലോ, വെൽക്കം ടു എബി ടേൽസ് ആൻഡ് വെൽക്കം ടു ഡേ 2 ഓഫ് ആംസ്റ്റർഡാം ട്രിപ്പ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് 2 സ്ഥലത്താണ്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ആംസ്റ്റർഡാം സെൻട്രലിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ജോസേട്ടൻ നമ്മളെ ആംസ്റ്റർഡാമിലെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഇതാണ് ഇവിടുത്തെ ബസ് ടെർമിനൽ. അപ്പം നമ്മൾ ആംസ്റ്റർഡാമിൽ എത്തുന്ന മുന്നേ 3 days പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കത് ഒത്തിരി കൺവീനിയൻ്റ് ആയിരുന്നു. നമുക്ക് ഫിസിക്കൽ കാർഡ് എടുത്തിട്ട് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ടാപ്പ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ബസ്സിലൊക്കെ കയറി നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സോ വെൽക്കം ടു സാൻസേഷാൻസ്. സോ മീറ്റ് യൂട്യൂബർ ടിമി ആൻഡ് യൂട്യൂബർ ടിമിയുടെ ഹസ്ബൻഡ് നമ്മുടെ ജോസേട്ടൻ. ഈ സാൻസേഷാൻസ് ആംസ്റ്റർഡാമിലെ പഴയ ഒരു ഡച്ച് ടൗൺ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ വിൻഡ് മിൽ വില്ലേജ്. ഇതിൻ്റെ സ്റ്റോറി പറയുന്നതിന് മുൻപേ ഞാൻ ആദ്യം നിങ്ങളെ ഇതിൻ്റെ ടോപ്പ് വ്യൂ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്യൂട്ടിഫുൾ വില്ലേജിൻ്റെ ഒരു ബ്യൂട്ടി കാണാൻ പറ്റും. ഈ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ഇസ് വെരി ബ്യൂട്ടിഫുൾ. മൊത്തം നമുക്ക് സാൻസേഷൻസ് കാണാം, ദ എൻറ്റയർ വില്ലേജ്. അപ്പോൾ ഇവിടെ കുറേ ഈ ഗ്രീൻ, ബ്രൗൺ, ബ്ലാക്ക് വരുന്ന കോമ്പിനേഷനിലാണ് വീടുകളും വിൻഡ് മിൽസും. പിന്നെ ഈ വീടുകളും വിൻഡ് മിൽസും കൂടാതെ ഇവിടെ കുറച്ച് മ്യൂസിയംസ്, പിന്നെ ക്രാഫ്റ്റ് ഷോപ്സ് ഇതൊക്കെ ഉണ്ട്. മുകളിൽ നിന്ന് ടോപ്പ് വ്യൂ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് താഴെ നമ്മുടെ യൂട്യൂബർ ചേച്ചി നമുക്ക് വേണ്ടി കുറച്ച് ഡാൻസ് ചെയ്യുന്നത് ഞാൻ കണ്ടത്. അങ്ങനെ ആ ടോപ്പ് വ്യൂ എല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഷൂ മേക്കിംഗ് പ്രോസസ്സാണ്. ബേസിക്കലി ഒരു വുഡൻ ഷൂ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു വുഡൻ ഷൂ മ്യൂസിയമാണ്. ഇവിടെ ഈ മനുഷ്യൻ നമ്മളെ വുഡൻ ഷൂ ഉണ്ടാക്കി കാണിക്കും. ആൻഡ് അതിനെപ്പറ്റി കുറേ എക്സ്പ്ലെയിൻ ചെയ്യും ആൻഡ് ഡെമോൺസ്ട്രേഷനൊക്കെ തരും. ഈ വുഡൻ ഷൂ ഒക്കെ ഒരു 100 വർഷം പഴക്കമുള്ള ഒരു സംഭവമാണ്. പണ്ട് കാലത്തെ ഡച്ച് ആൾക്കാരൊക്കെ ഇങ്ങനത്തെ വുഡൻ ഷൂ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പണ്ട് ഇത് കൈകൊണ്ട് കാർവ് ചെയ്യായിരുന്നു. ആൻഡ് ഈ കുറേ നാൾ കഴിഞ്ഞിട്ട് മെഷീൻസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. സോ അതാ ഈ മനുഷ്യനെല്ലാം ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു ഇയാൾ. പിന്നെ ഈ വുഡൻ ഷൂ വർക്ക്ഷോപ്പിൽ അത് മാത്രമല്ല, ഇതൊരു ചെറിയൊരു സുവനീർ ഷോപ്പും കൂടെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രി പോവുകയാണെങ്കിലോ ഓരെൽസ് നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് പുതിയ സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അവിടുത്തെ സുവനീർസൊക്കെ ഇഷ്ടപ്പെടാതിരിക്കും. സോ അതുപോലെയായിരുന്നു ഇവിടുത്തെ
സുവിനിയേഴ്സൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഈ ചെറിയ ചെറിയ ടൂലിപ്സൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് കണ്ണിൽ കാണുന്ന എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആംസ്റ്റർഡാമിൽ നിന്ന് മേടിച്ചായിരുന്നു. ആ സുവിനിയർ ഷോപ്പിൽ എനിക്ക് എല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഈ വാൾ ഹാങ്ങിങ്സ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മേ ബി ആംസ്റ്റർഡാം സിറ്റിയോട് ആ ഒരു ഇഷ്ടം, വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ആയിക്കഴിഞ്ഞു വിതിൻ ഫസ്റ്റ് ഡേ. മേ ബി അതായിരിക്കും ഒരു റീസൺ. ഈ ഫ്രെയിം കാണുമ്പോൾ നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? ഞാൻ പറയട്ടെ, നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ പെയിൻറ് ചെയ്യത്തില്ലായിരുന്നു ചെറിയ വീടുകൾ, ഒരു സണ്ണ്, കുറച്ച് വിൻഡ് മിൽസ്, വെള്ളം. ആ ഒരു സീനാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സാൻസെഷൻസ്, ഈ ഒരു സ്ഥലം ഒരു വിൻഡ് മിൽ വില്ലേജാണ്. ആൻഡ് അവിടെ ഈ കാണുന്ന വീടുകളിനകത്ത് ഇപ്പോഴും ആൾ താമസമൊക്കെ ഉണ്ട്, കുറേയൊക്കെ വീടുകളിൽ. ആൻഡ് കുറേയൊക്കെ വീടുകൾ, ദ റെസ്റ്റ് ഓഫ് ദ വീടുകൾ അതൊക്കെ അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇൻ ടു കോഫി ഷോപ്സ്, കഫേ, ചെറിയ ചെറിയ ക്രാഫ്റ്റ് ഷോപ്സ്, സുവിനിയർ ഷോപ്സ്. പിന്നെ കുറേയൊക്കെ വീടുകളാണ് ഇവിടെ മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടെ കുറേയൊക്കെ മ്യൂസിയമിലൊക്കെ എൻട്രൻസ് ഫ്രീ ആണ്. പക്ഷേ ഡെഫിനറ്റ്ലി കുറേയൊക്കെ വീടുകളിൽ നമുക്ക് എൻട്രി ഇറ്റ്സ് നോട്ട് അലൗഡ്. പിന്നെ ഇത് ആംസ്റ്റർഡാം സെൻട്രലിൽ നിന്ന് വളരെ അടുത്താണ് ഈ സ്ഥലം. സോ ഒരു ഷോർട്ട് ട്രിപ്പിന് പോയാൽ പോലും ഈ ഒരു സ്ഥലം ഡെഫിനറ്റ്ലി പോയി കാണണം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നമ്മുടെ 1-2 മണിക്കൂർ ഇങ്ങനെ പാസ്സായി പോകുന്നു, നമ്മൾ അറിയത്തു പോലും ഇല്ല. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമുക്കിങ്ങനെ അങ്ങ് നടന്നുകൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ സാൻസെഷൻസിൻ്റെ ഭംഗിയെല്ലാം കണ്ട് വി ആർ ഹിയർ അറ്റ് സാന്താം. സോ വെൽക്കം ടു സാന്താം. നിങ്ങൾ ഈ സാന്താം ടൗണിലെ ഈ കളർഫുൾ ബിൽഡിങ്സ് ഒക്കെ ഡെഫിനറ്റ്ലി ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ബിക്കോസ് ദേ ആർ വെരി വെരി ഫേമസ്. നിങ്ങൾ നേരത്തെ സാൻസെഷൻസിലെ വീടുകളൊക്കെ കണ്ടില്ലേ? ആ ഒരു കളർ പാറ്റേൺ, ആ ഒരു ആർക്കിടെക്ചർ, അതിൻ്റെ ബേസിസിലാണ് ഈ സാന്താം ടൗണിലെ ബിൽഡിങ്സ് എല്ലാം ഉണ്ടാക്കിയത്. എൻ്റെ ഈ മുന്നേ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ ഗ്രീൻ ബിൽഡിംഗ്, ഇതാണ് സൂപ്പർ ഫേമസ്. ആൻഡ് ഇത് കാണാനാണ് ഞാൻ ചെറിയ ഒരു ബ്യൂട്ടിഫുൾ ടൗൺ എല്ലാം നമ്മൾ ഫുള്ളി എക്സ്പ്ലോർ ചെയ്തു, നടന്ന്. ദെൻ അവിടെ നിന്ന് ലേറ്റ് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നേക്കുവാണ് ടു ആംസ്റ്റർഡാം സെൻട്രൽ. ആൻഡ് ഫോർ വാട്ട്? ടു ട്രൈ സം ഡച്ച് ഫുഡ്. ഈ യൂറോപ്പിലെ ഒരു ക്രിസ്മസ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വെരി ഗുഡ് ഫീലിംഗ് ആണ്. ബിക്കോസ് ഓഫ് ദീസ് ലൈറ്റ്സ്. നിങ്ങൾക്ക് ഇതിൽ എന്തുമാത്രം അതിൻ്റെ ഭംഗി കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇറ്റ്സ് എ വിഷ്വൽ ട്രീറ്റ്, സീരിയസ്ലി. ഞങ്ങൾ ആംസ്റ്റർഡാമിൽ ഈ ക്രിസ്മസ് ടൈമിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്കത് ഒത്തിരി ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ടൈം ഫോർ സം ചൂട് ചൂറോസ്. അതെ, നല്ല ചൂട് ചൂറോസ് കഴിക്കാനാണ് ഞങ്ങളിപ്പം വന്നേക്കുന്നത്. ഞാൻ പണ്ട് ആംസ്റ്റർഡാമിൽ ചൂറോസ് കഴിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വാശി പിടിച്ച് ചൂറോസ് കഴിക്കാൻ എല്ലാവരെയും കൊണ്ടുപോയതായിരുന്നു.
ഞങ്ങൾ ചൂറോസൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ട്രാം സ്റ്റോപ്പിലോട്ട് പോവാണ്, തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി. ബിക്കോസ് ഇറ്റ് വാസ് എ ലോങ് ഡേ. പക്ഷേ അങ്ങനെ ഹെക്റ്റിക്കായിട്ട് തോന്നിയില്ല, ബിക്കോസ് ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഒരു വെക്കേഷൻ, ദിസ് വാസ് എ വെരി സ്ലോ വെക്കേഷൻ. ആൻഡ് ഞങ്ങൾ വന്നത് ഫോർ 3-4 ഡേയ്സ് ആണ്, പക്ഷേ വി ടുക്ക് ഇറ്റ് വെരി സ്ലോ. ആൻഡ് ഞങ്ങൾ 2-3 സ്ഥലങ്ങളാണ് കറങ്ങാൻ പോയത്. സോ ബേസിക്കലി ആരെങ്കിലും ഒരു ഷോർട്ട് ട്രിപ്പിന് വരുവാണെങ്കിൽ ടു ആംസ്റ്റർഡാം ജസ്റ്റ് ഫോർ 1 or 2 days, പ്ലീസ് ഡോണ്ട് മിസ് സാൻസെഷാൻസ് ആൻഡ് സാൻഡാം. ദേ ആർ വെരി ബ്യൂട്ടിഫുൾ. ഡെഫിനറ്റ്ലി പോയി കാണണം. സോ ഇതായിരുന്നു ഞങ്ങളുടെ ഡേ 2. സോ സ്റ്റേ ട്യൂൺ ഫോർ ഡേ 3 ആൻഡ് സോ ഓൺ. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ ആംസ്റ്റർഡാം സീരീസ് ആൻഡ് അതർ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു AB Tales. Ciao ciao.